കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിയ നരേന്ദ്രമോദിക്ക് കയ്യടി ലഭിക്കുകയാണ്. ഒവൈസി ഏറ്റവും കൂടുതൽ ഒരു പരിധിവരെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് തന്നെ എതിരായി മുസ്ലിം തീവ്രമത പ്രഭാഷണം നടത്താൻ വിദേശ പര്യടനം നടത്തിയ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ സൗദി അറേബ്യയുണ്ട്, കുവൈറ്റുണ്ട്, ബഹ്റൈനുണ്ട്. ഈ രാജ്യങ്ങളിലേക്കുള്ള പ്രതിനിധി സംഘത്തിൽ പോകുന്ന ഒവൈസി ഇപ്പോൾ അവിടെ ചെന്ന് സംസാരിക്കേണ്ടി വരുന്നത് മതമല്ല, രാജ്യമാണ് ഞങ്ങൾക്ക് പ്രധാനം എന്ന് തന്നെയാണ്. പാകിസ്ഥാനെതിരെ ഇപ്പോൾ ഒവൈസി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ജയിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഒരു നേതാവ് തനിക്കൊപ്പം നിൽക്കാൻ മറ്റ് നേതാക്കളെ രൂപപ്പെടുത്തുന്ന ആ ശൈലിക്കാണ് ഇപ്പോൾ ലോകം തന്നെ കൈയടിക്കുന്നത്. പാകിസ്ഥാനുള്ള പിന്തുണയും ധനസഹായങ്ങളും ലോകരാജ്യങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തേഹാദുൽ മുസ്ലിമിൻ MP അസദുദ്ദീൻ ഒവൈസി സർവകക്ഷി ഇന്ത്യൻ പ്രതിനിധി സംഘത്തോടൊപ്പം ഇന്ത്യയുടെ അന്താരാഷ്ട്ര നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമായി ബഹ്റൈനിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ഒവൈസി ഇക്കാര്യം വ്യക്തമാക്കിയത്. പാകിസ്ഥാൻ തീവ്രവാദത്തിന്റെ ഉത്ഭവ കേന്ദ്രമാണ് എന്ന് അദ്ദേഹം ലോകരാജ്യങ്ങളെ ഓർമ്മിപ്പിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് എതിരായ ഇന്ത്യയുടെ ശക്തവും സ്ഥിരവുമായ നിലപാട് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഊന്നിപ്പറയുന്നതിനായാണ് സർവകക്ഷി ഇന്ത്യൻ പ്രതിനിധി സംഘം വിവിധ രാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്നത്. BJP MP ബൈജയന്ത് പാണ്ഡെ നയിക്കുന്ന സർവകക്ഷി സംഘത്തിലെ അംഗമാണ് അസദുദ്ദീൻ ഒവൈസി. ബഹ്റൈനിൽ നടന്ന അന്താരാഷ്ട്ര പ്രതിനിധികളുടെ കൂടിക്കാഴ്ചയിൽ പാകിസ്ഥാനെതിരെ ഒവൈസി ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. തീവ്രവാദം പാകിസ്ഥാനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നും പാകിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ, ധനസഹായം, പ്രോത്സാഹനം എന്നിവ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ഈ പ്രശ്നം നിലനിൽക്കുമെന്നും ഒവൈസി പറഞ്ഞു. ഇന്ത്യ വർഷങ്ങളായി നേരിടുന്ന ഭീഷണിയെക്കുറിച്ച് ലോകം അറിയുന്നതിനായാണ് ഇന്ത്യൻ സർക്കാർ ഞങ്ങളെ ഇവിടേക്ക് അയച്ചിരിക്കുന്നത്. ഓരോ ഇന്ത്യക്കാരന്റെയും ജീവൻ സംരക്ഷിക്കാൻ ഞങ്ങളുടെ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അടുത്ത തവണ പാകിസ്ഥാൻ എന്തെങ്കിലും സാഹസത്തിന് മുതിർന്നാൽ അവർ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള മറുപടിയായിരിക്കും ഇന്ത്യ നൽകുക എന്നും അസദുദ്ദീൻ ഒവൈസി വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെതിരെ കഴിഞ്ഞ ദിവസം ഇന്ത്യ ആഞ്ഞടിച്ചിരുന്നു. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകര ആക്രമണങ്ങൾ പതിറ്റാണ്ടുകളായി ഇന്ത്യ അനുഭവിക്കുകയാണ്. മുംബൈ ഭീകര ആക്രമണവും പെഹൽഗാമും ഇതിന് തെളിവെന്ന് UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P. ഹരീഷ് പറഞ്ഞു. 20,000 ഇന്ത്യക്കാർക്കാണ് ഭീകര ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായത്. സിന്ധു നദീ ജല കരാർ ഉന്നയിച്ച് ജലം ജീവനാണെന്നും യുദ്ധായുധം അല്ല എന്നും ഐക്യരാഷ്ട്രസഭയിൽ പരാമർശം നടത്തിയ പാക് പ്രതിനിധിക്കാണ് ഇന്ത്യ മറുപടി നൽകിയത്. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകര ആക്രമണങ്ങൾ പതിറ്റാണ്ടുകളായി ഇന്ത്യ അനുഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വികസനം തടയുകയാണ് പാകിസ്ഥാൻ ഭീകരരെ സംരക്ഷിക്കുകയാണ്. തീവ്രവാദികളെയും സാധാരണക്കാരെയും ഒരുപോലെ കാണുന്ന പാകിസ്ഥാന് സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ യോഗ്യതയില്ല എന്നായിരുന്നു ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ വാദം. എന്തായാലും പാകിസ്ഥാനെ വെറുതെ വിടാൻ ഇന്ത്യ ഉദ്ദേശിച്ചിട്ടില്ല. കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ ഫണ്ടിംഗ് എന്നിവ തടയുന്നതിനുള്ള നിയമങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് പാകിസ്ഥാനെ വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ഇന്ത്യ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനോട് ശക്തമായി ആവശ്യപ്പെടുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ 26 പേർ കൊല്ലപ്പെട്ട ഭീകര ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഭിന്നത വർദ്ധിക്കുകയാണ്. അതിനിടെയാണ് ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ. സ്വന്തം മണ്ണിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഭീകരതയ്ക്കെതിരെ നടപടിയെടുക്കുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടു എന്നും ബഹിരാഷ്ട്ര ഏജൻസികളിൽ നിന്നുള്ള ഫണ്ടുകൾ, ആയുധങ്ങളും വെടിക്കോപ്പുകളും വാങ്ങാൻ വഴിതിരിച്ചു വിടുകയാണെന്നും ഇന്ത്യ കുറ്റപ്പെടുത്തി. കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ ഫണ്ടിംഗ്, വ്യാപന ഫണ്ടിംഗ് എന്നിവ തടയുന്നതിനുള്ള സംവിധാനങ്ങളിലെ തന്ത്രപരമായ പോരായ്മകൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെടുകയും വർദ്ധിച്ച നിരീക്ഷണത്തിലായിരിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളെയാണ് FATF ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. FATF ഒരു രാജ്യത്തെ വർദ്ധിച്ച നിരീക്ഷണത്തിലാക്കുമ്പോൾ പോരായ്മകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ വേഗത്തിൽ പരിഹരിക്കാൻ ആ രാജ്യം പ്രതിജ്ഞാബദ്ധമാണ് എന്നും അത് കൂടുതൽ നിരീക്ഷണത്തിന് വിധേയമാണെന്നും ഇത് സൂചിപ്പിക്കുന്നു. FATF നയരൂപീകരണ സമിതിയായ പ്ലീനറി വർഷത്തിൽ 3 തവണയാണ് ചേരുന്നത്. ഫെബ്രുവരി, ജൂൺ, ഒക്ടോബർ മാസങ്ങളിലാണ് യോഗം. 2018-ൽ പാകിസ്ഥാനെ FATF-ന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കലും തീവ്രവാദ ഫണ്ടിങ്ങും തടയുന്നതിനുള്ള ഒരു കർമ്മ പദ്ധതിയും അന്ന് നൽകിയിരുന്നു. അതിനുശേഷം 2022-ലാണ് പാകിസ്ഥാനെ ഈ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. ഈ മാസം ആദ്യം പാകിസ്ഥാൻ IMF-ന്റെ സഹായ പാക്കേജ് അനുവദിക്കുന്നതിനെയും ഇന്ത്യ എതിർത്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാനസ്.